ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് കയറി വരുന്ന ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ്. ജോയിൻറ്റ് വെഞ്ചർ. സോ ജോയിൻറ്റ് വെഞ്ചർ എന്താണ് എന്ന് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇറ്റ്സ് നോട്ട് എ ലോങ് ടൈം ബിസിനസ് എൻറ്റിറ്റി. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കുറഞ്ഞ കാലയളവിലോട്ട് മാത്രം ഒരു ബിസിനസ്സിലോട്ട് ഏർപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ചാൽ, എ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ്, ബി എന്ന് പറയുന്നതും എഗെയിൻ വേറൊരു സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് എ ബി എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കി അവർ രണ്ടുപേരും കൂടെ ക്ലബ് ചെയ്ത് വേറൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നോക്കാം എങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജോയിൻറ്റ് വെഞ്ചർ, ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഇവിടെ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി. അതേപോലെ തന്നെ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി. അതായത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രൊഡക്ഷൻസ് ഉണ്ട്, ഇവരുടേതായിട്ടുള്ള സിനിമകൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്നുണ്ട്. എ വേണമെങ്കിൽ ആശീർവാദ് മൂവീസ് ആക്കാം, മനസ്സിലായി. മോഹൻലാലിൻ്റെ ആശീർവാദ് മൂവീസ് ആണ് എ എന്ന് പറയുന്നത്. സോ അവരുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയും അവരുടേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ബി എന്ന് പറയുന്നത് വേറൊരു കമ്പനി, വിജയ് ബാബുവിൻ്റെ വേറൊരു പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് വിചാരിക്കുക, ഫ്രൈഡേ ഫിലിംസ് ആണെന്ന് വിചാരിക്കുക സപ്പോസ്. സോ ഒരു പ്രത്യേക സിനിമ ചെയ്യാൻ വേണ്ടി മാത്രം, ഒരു പ്രത്യേക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ ചെയ്യാൻ വേണ്ടി മാത്രം ഇവർ രണ്ടുപേരും കൂടെ കൈ ഓർക്കാൻ പോവാം. ഇറ്റ്സ് കോൾഡ് ജോയിൻറ്റ് വെഞ്ചർ. മനസ്സിലായി. അതായത് സാധാരണ പാർട്ട്ണർഷിപ്പ് പോലെ ജോയിൻറ്റ് വെഞ്ചറിനെ കണക്കാക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ, എ ലിമിറ്റഡും ബി ലിമിറ്റഡും കൂടെ ജോയിൻ ചെയ്യുന്നു, അല്ലെ, അവർ എ ബി ലിമിറ്റഡ് ആവുന്നു, എന്നിട്ട് അവർ ഒരുമിച്ച് അങ്ങ് ബിസിനസ് ചെയ്യുന്നു കണ്ടിന്യൂസ് ബേസിൽ, അല്ലെങ്കിൽ ഒരു ഗോയിങ് കൺസേൺ ബേസിനകത്ത്, ഗോയിങ് കൺസേൺ അസംഷനകത്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും ജോയിൻ ചെയ്യുന്നത് തന്നെ ഒരു സെപ്പറേറ്റ് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ആ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലോട്ട് ആവണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഒരു ഷോർട്ട് ടേമിലോട്ടാണ് ഒരു ജോയിൻറ്റ് വെഞ്ചർ തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിലിമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. എ ലിമിറ്റഡിന് അവരുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, ബി ലിമിറ്റഡിനും അവരുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഈ പറയുന്ന പോലെ എ ലിമിറ്റഡും ബി ലിമിറ്റഡും കൂടെ ചേർന്ന് എ ബി എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കി. മനസ്സിലായി. സോ ഇങ്ങനെ വരുന്ന അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഏത് രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ജോയിൻറ്റ് വെഞ്ചറിനകത്ത് കയറി വരുന്ന പാർട്ടീസിനെ നമ്മൾ ജോയിൻറ്റ് വെഞ്ചറർ എന്നാണ് പറയുന്നത്. മനസ്സിലായി. ദാറ്റ് മീൻസ് രണ്ട് ജോയിൻറ്റ് വെഞ്ചറുകൾ ചേർന്ന് ഒരു പുതിയൊരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കുകയാണ്. അതിനെ നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്? സോ ആ എക്സാമ്പിൾ മനസ്സിൽ കിടന്നോട്ടെ. നിങ്ങൾ ഒരു ജോയിൻറ്റ് വെഞ്ചററാണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഞാൻ നിങ്ങളുടെ ഒരു ജോയിൻറ്റ് വെഞ്ചററാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. ഓക്കെ, എങ്ങനെയായിരുന്നു? ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഞാനും ബി ലിമിറ്റഡ് എന്ന് പറയുന്നത് നിങ്ങളുമാണ്. നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഒരു സിനിമ പ്രൊഡക്ഷൻ നടത്താൻ പോണേ. ആ സിനിമയുടെ പ്രൊഡക്ഷന് വേണ്ടി മാത്രം നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കി. എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതിനെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിക്കാം. ഞാനാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ ജോയിൻറ്റ് വെഞ്ചറർ. മനസ്സിലായോ? ഇനി നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നതും എ ബി ലിമിറ്റഡ് തന്നെയാണ്, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് ജോയിൻറ്റ് വെഞ്ചർ തന്നെയാണ്. നിങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചറർ ആരായിരിക്കും? ജോയിൻറ്റ് വെഞ്ചറർ ആരായിരിക്കും? ഞാനായിരിക്കും. മനസ്സിലായല്ലോ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം? ഓക്കെ, ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം? സോ നോക്കി, താൽക്കാലികമായിട്ട് നമ്മൾ എ ലിമിറ്റഡിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കണേ. താൽക്കാലികമായിട്ട് എ ലിമിറ്റഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കണേ. അതായത് ഞാനും നിങ്ങളും എ ലിമിറ്റഡാണ്, നമ്മളൊരു ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറിനെയും കൂടെ കൂട്ടി നമ്മൾ എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യാമെന്ന് പഠിക്കുന്ന നേരത്ത് 2-3 മെത്തേഡ്സ് ഉണ്ട്. എങ്ങനെയൊക്കെ ഇതിനെ അക്കൗണ്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 2-3 മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് ആദ്യത്തെ മെത്തേഡിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയാമോ? ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവും. ഏതിന് വേണ്ടിയിട്ട്? അതായത് എ ലിമിറ്റഡിന്, ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ രണ്ടുപേരും
അതായത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാനും എ ലിമിറ്റഡ് ആണ്, നിങ്ങളും എ ലിമിറ്റഡിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളും ഒരു എ ലിമിറ്റഡ് ആയിട്ട് തന്നെ ക്ലാസ്സിലിരിക്കുക, എന്നാലും എനിക്ക് പെട്ടെന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മളൊരു കോ ജോയിൻറ്റ് വെഞ്ചറർ ബി ലിമിറ്റഡ്, നമ്മുടെ കോ ജോയിൻറ്റ് വെഞ്ചറർ എന്ന് പറയുന്നത് ആരായിരിക്കും? ബി ലിമിറ്റഡ് ആയിരിക്കും അല്ലേ? സോ നമ്മുടെ കോ ജോയിൻറ്റ് വെഞ്ചറർ ആയിട്ടുള്ള ബി ലിമിറ്റഡുമായിട്ട് നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫിലിം പ്രൊഡക്ഷൻ നടത്താൻ പോവാം. സോ ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. എ ലിമിറ്റഡിൻ്റേതായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. ട്രേഡിംഗ് ഉണ്ട്, P&L ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, ജേണൽ ഉണ്ട്, ട്രാൻസാക്ഷൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ നോക്കിയേ, അവരുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോട്ടെ. മനസ്സിലായോ? അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ജോയിൻറ്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ പറയുന്നത് നമ്മൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതിനു വേണ്ടി മാത്രം, ഈ പറയുന്ന ആ ഒരു ഫിലിം പ്രൊഡക്ഷന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ പോകും. കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയുവാണെങ്കിൽ, ഇപ്പം എ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു, എ ബി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അതിനകത്തുണ്ടാവുന്ന ലാഭവും നഷ്ടവും അല്ല നമ്മുടെ ബുക്സിനകത്ത് തന്നെ ചേർത്തി. അവിടെ ഒരിക്കലും അതിനെ ഒരു സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയുവാണെങ്കിൽ, നമുക്ക് എ ലിമിറ്റഡിന് നമ്മുടേതായിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ട്, നമ്മുടേതായിട്ടുള്ള റവന്യൂ ഉണ്ട്, നമ്മുടേതായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എ ലിമിറ്റഡ് സെപ്പറേറ്റ് ആയിട്ട് ഒരു 3 ഫിലിംസ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായി? മോഹൻലാലിനെയും മമ്മൂട്ടിനെയും സുരേഷ് ഗോപിനെയും വെച്ചുകൊണ്ട് 3 ഫിലിംസ് നമ്മുടെ സ്വന്തമായിട്ട്, നമ്മുടെ മാത്രമായിട്ട് 3 ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് 4ാമത്തെ ഒരു പ്രൊഡക്ഷൻ, ഈ പറയുന്ന ജോയിൻറ്റ് വെഞ്ചർ, ദിലീപിനെ നായകനാക്കിയിട്ട് 4ാമത്തെ ഒരു സിനിമ, അത് ജോയിൻറ്റ് വെഞ്ചറാണ്. സോ ഇവിടെ നോക്കി, ഇവിടെ എ ലിമിറ്റഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ദിലീപിനെ വെച്ച് അഭിനയിപ്പിക്കുന്ന ആ ഒരു ഫിലിമിന് സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് അല്ല. അതായത് ഇപ്പോൾ മോഹൻലാലിന് സാലറി കൊടുക്കുന്നതും മമ്മൂട്ടിക്ക് കൊടുക്കുന്നതും സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നതെല്ലാം നമ്മുടെ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ദിലീപിന് കൊടുക്കുന്ന എമൗണ്ട് അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ടല്ല, അല്ലെങ്കിൽ അത് എ ലിമിറ്റഡിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ടല്ല. അതിനു വേണ്ടി മാത്രം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ പോവാം? ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാം. മനസ്സിലായി? ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഇവിടെ നമ്മുടെ ബിസിനസ്സുകൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, നോ ഡൗട്ട്സ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനു വേണ്ടി മാത്രം, ഈ പറയുന്ന ജോയിൻറ്റ് വെഞ്ചർക്ക് വേണ്ടി മാത്രം നമ്മൾ പുതിയ ഒരു സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇതിനകത്ത് നമുക്ക് 3 ടൈപ്പിലുള്ള അക്കൗണ്ട്സുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് കോ വെഞ്ചുറർ അക്കൗണ്ട്, ആൻഡ് തേർഡ് വൺ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. മനസ്സിലായി? 3 അക്കൗണ്ട്സ് ആണ്. ഏതൊക്കെയായിരുന്നു? ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് കോ ജോയിൻറ്റ് വെഞ്ചർ എന്ന് എഴുതാൻ വേണമെങ്കിൽ, കോ ജോയിൻറ്റ് വെഞ്ചുറർ അക്കൗണ്ട് ആൻഡ് ദ തേർഡ് വൺ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഇങ്ങനെ 3 ടൈപ്പുള്ള അക്കൗണ്ട്സ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പോഴും മനസ്സിൽ കിടക്കട്ടെ. എ ലിമിറ്റഡേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ ദിലീപിനെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സിനിമ, അതിനെ മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണേ. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി എന്തൊക്കെയായിരിക്കും അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്? സോ നമ്മൾ എ ലിമിറ്റഡും ബി ലിമിറ്റഡും കൂടെ കൈകോർത്തു ദിലീപിനെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. മനസ്സിലായോ? ആ സിനിമയുടെ ലാഭവും നഷ്ടവും അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ലാഭം മാത്രം നമ്മുടെ എ ലിമിറ്റഡിലോട്ട് കൊണ്ടുവന്നാൽ മതി. മനസ്സിലായോ? അതായത് എ ലിമിറ്റഡിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് ഇത് ക്ലബ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജോയിൻറ്റ് വെഞ്ചറായിട്ട് ദിലീപിനെ വെച്ച് അഭിനയിക്കുന്ന സിനിമയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനകത്തുണ്ടാകുന്ന ലാഭം മാത്രം നമ്മുടെ എ ലിമിറ്റഡിനകത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 3 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് കോ ജോയിൻറ്റ് വെഞ്ചുറർ അക്കൗണ്ട്, ആൻഡ് ദ തേർഡ് വൺ ഈസ് കോൾഡ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഓക്കെ, മനസ്സിലായെങ്കിൽ നമുക്ക് ഓരോരോ ട്രാൻസാക്ഷൻസിൻ്റെയും ജേണൽ എൻട്രീസ് എങ്ങനെയാണ് പറഞ്ഞതെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ഓർ കോൺട്രിബ്യൂഷൻ. ക്യാപിറ്റലോ കോൺട്രിബ്യൂഷനോ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നതിൻ്റെ ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ആ ദിലീപിൻ്റെ സിനിമയെക്കുറിച്ച് മാത്രമാണ്. മനസ്സിലായോ? സോ അതിൻ്റെ ക്യാപിറ്റലോ കോൺട്രിബ്യൂഷനോ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്.
ഓക്കെ, സോ നോക്കി, ക്യാഷ് ആയിട്ടാണ് ക്യാപിറ്റൽ വരുന്നതെങ്കിൽ ക്യാഷ് ജോയിന്റ് വെഞ്ചറിന്റെ ഏത് അക്കൗണ്ടിലോട്ടാണ് വരണേ? ക്യാഷ് വരുന്നത് ഏത് അക്കൗണ്ടിലോട്ടായിരിക്കും? ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും. സോ ജേണൽ എൻട്രി joint bank account debtor to co joint venture account. മനസ്സിലായോ? അതായത് ആ ജോയിന്റ് വെഞ്ചറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനും അല്ലെങ്കിൽ എ ലിമിറ്റഡും ബി ലിമിറ്റഡും എന്ത് തന്നെയാണ്? ജോയിന്റ് വെഞ്ചർ തന്നെയാണ് അല്ലേ? സോ ആള് വീതം 5 ലക്ഷം രൂപയാണ്, പോട്ടെ, ആള് വീതം ഒരു 50 ലക്ഷം രൂപയാണ് അതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ഇവിടെ താൽക്കാലികമായിട്ട് ഞാൻ പറഞ്ഞ എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ പോവുക. ഇപ്പം എ ലിമിറ്റഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇല്ല. നമുക്ക് ആ ജോയിന്റ് വെഞ്ചറിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായി? അവിടെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് ക്യാഷ് ആണ്. മനസ്സിലായി? ക്യാഷ് ആണ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൊണ്ടുവന്ന ക്യാഷ് കാണിക്കും. ഇനി ഇതേപോലെ ക്യാഷ് അല്ല കൊണ്ടുവരണേ, പകരം കൊണ്ടുവരുന്നത് ഗുഡ്സ് ആണെന്ന് വിചാരിക്കുക. സോ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത് ഗുഡ്സ് ആണ്. ഗുഡ്സ് കൊണ്ടുവരുമ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. മനസ്സിലായോ? സാധാരണ രീതിയിൽ ഒരു ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിനകത്ത് എങ്ങനെയാ? ഗുഡ്സ് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? അതായത് നമ്മൾ പർച്ചേസ് ആയിട്ട് കണക്കാക്കും അല്ലേ? എന്നിട്ട് ആരാണോ കൊണ്ടുവരണേ അങ്ങേരുടെ ക്യാപിറ്റലായിട്ട് കണക്കാക്കും. ആണോ? ഇപ്പം താൽക്കാലികമായിട്ട് ജോയിന്റ് വെഞ്ചർ അവിടെ നിൽക്കട്ടെ, നമ്മളൊരു കമ്പനീനെ കുറിച്ച് ആലോചിച്ച് നോക്കി. അവിടെ ക്യാപിറ്റൽ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ജേണൽ എൻട്രി എന്തായിരിക്കും? അതായത് എയും ബിയും എന്ന് പറയുന്നത് 2 ഡയറക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ 2 പാർട്ട്നേഴ്സ് ആണ്. അവർ ക്യാപിറ്റൽ ആണ് കൊണ്ടുവരുന്നതെങ്കിലോ ജേണൽ എൻട്രി എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്ന് വരും. ആണല്ലോ? കമ്പനിയെ കുറിച്ചാട്ടോ ഞാൻ പറയണേ. ഇവിടെ എ ലിമിറ്റഡും ബി ലിമിറ്റഡ് എന്ന് പറയുന്നത് 2 പാർട്ട്നേഴ്സ് ആണ്. എ ബി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ഇവരുടെ പാർട്ട്ണർഷിപ്പ് ഫേമാണെന്ന് വിചാരിക്കുക. സോ ഇവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്ന് വരും അല്ലെ? അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്ന് വരും. അതേ എൻട്രി തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കണേ, പേരിന് ചെറിയൊരു മാറ്റം വന്നു മാത്രം. അതായത് ബാങ്ക് അക്കൗണ്ട് മാറി, അത് എന്തായി? ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ആയി അല്ലെ? അവിടെ പാർട്ട്നേഴ്സ് ആണ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ആണ്. പകരം ഇവിടെ എന്ത് വന്നു? ആരാ കൊണ്ടുവന്നേ? ജോയിന്റ് വെഞ്ചറാണ് കൊണ്ടുവന്നത്. സോ ജേണൽ എൻട്രി എന്ത് വരും? ടു കോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് വരും. ഇനി അവിടെ ഗുഡ്സ് ആണ് കൊണ്ടുവരുന്നതെങ്കിലോ ആലോചിച്ച് നോക്കി. അവിടെ ഗുഡ്സ് ആണ് കൊണ്ടുവരുന്നതെങ്കിലോ ഗുഡ്സ് കൊണ്ടുവരുമ്പോൾ നമ്മൾ പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ജേണൽ എൻട്രി എന്ത് വരും? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ആരാണോ കൊണ്ടുവരുന്നത് അങ്ങേരുടെ പേരിൽ എന്താ കാണിക്കും അല്ലെ? അവിടെ പർച്ചേസ് കൊണ്ടുവരുന്നത് ഏത് അക്കൗണ്ടിലോട്ടാ? ട്രേഡിങ്ങിലോട്ടാ. അതേപോലെ തന്നെയാണ് ഇവിടെ ഗുഡ്സ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ഗുഡ്സ് നിങ്ങൾ കാണിക്കേണ്ടത് ഏത് അക്കൗണ്ടിലോട്ടാ? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ചെയ്ത കാര്യം മനസ്സിലായോ? എളുപ്പമാണ്. നിങ്ങൾ ആ ലോജിക്കിലൊന്ന് ആലോചിച്ചാൽ മതി. എ ബി എന്ന് പറയുന്ന സെപ്പറേറ്റ് ഫേമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ജോയിന്റ് വെഞ്ചറിനെ കുറിച്ചാണ് പറയണേ. ഓക്കെ, അവർ ക്യാഷ് ആണ് വരുന്നതെങ്കിൽ ക്യാഷ് ബാങ്കിലോട്ട് വരും. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് എഴുതാം. ഇനി അവർ ഗുഡ്സ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ട്രേഡിങ്ങിലോട്ട് പോകും. ദാറ്റ് മീൻസ് അത് ഡയറക്റ്റ് ആയിട്ട് ഏതിലോട്ട് പോകും? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിലോട്ട് പോകും. സോ ജേണൽ എൻട്രി ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ടു കോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്നുള്ള രീതിക്കകത്ത് കാണിക്കും. മനസ്സിലായി? സോ നോക്കിയേ, ഇപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ക്യാപിറ്റലായി, അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർക്ക് ബിസിനസ് ചെയ്യാനുള്ള ക്യാപിറ്റലായി. മനസ്സിലായി? രണ്ടുപേരും 5 ലക്ഷം രൂപ വെച്ച് കൊണ്ടുവന്നാൽ 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഇപ്പോൾ അവിടെയായി. ഇനി അടുത്തത് ട്രാൻസാക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് വൺ, പർച്ചേസും സെയിൽ. എയും അല്ല ബിയും അല്ല, എ ലിമിറ്റഡും അല്ല ബി ലിമിറ്റഡും അല്ല, എ ബി ലിമിറ്റഡാണ്. മനസ്സിലായി? ഇനി എ ബി ലിമിറ്റഡ് ഫസ്റ്റ് വൺ പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഗുഡ്സ് പർച്ചേസ് ചെയ്യാം. സാധാരണ രീതിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? ആലോചിച്ച് നോക്കി. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലെ? അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇവിടെയും അതേ എൻട്രി തന്നെയാണ്. പർച്ചേസിന് പകരം പർച്ചേസ് എങ്ങോട്ടാ? ജോയിന്റ് വെഞ്ചറിലോട്ടാ അല്ലെ? സോ പർച്ചേസിന് പകരം നമ്മൾ എന്ത് എഴുതും? ജോയിന്റ്
venture account debtor to joint bank account. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എല്ലോട്ട് വരുന്ന എൻട്രീസ് ഫുള്ളായിട്ട് ജോയിന്റ് വെഞ്ചറിൽ ഏതിലോട്ട് കാണിച്ചാൽ മതി? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിലോട്ട് കാണിച്ചാൽ മതി. പർച്ചേസോ സെയിൽസോ എക്സ്പെൻസോ അങ്ങനെ ഏതെങ്കിലും ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട് കയറി വരുന്ന സാധനങ്ങളാണെങ്കിൽ അതിന് പകരമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഏതിനകത്ത് കാണിക്കുക? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിനകത്ത് കാണിക്കുക. മനസ്സിലായോ? സോ പർച്ചേസ് ചെയ്യുമ്പോൾ ജോയിന്റ് വെഞ്ചർ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാപിറ്റൽ എടുത്ത് ജോയിന്റ് വെഞ്ചർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ജേണൽ എൻട്രി എന്ന് കാണിക്കാം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണിക്കാം. മനസ്സിലായോ? ഇനി സെക്കൻഡ് വൺ, ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുമെങ്കിലോ? സപ്പോസ് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? ആലോചിച്ച് നോക്കിയേ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. ഇവിടെ അതേപോലെ തന്നെയാണ്. പർച്ചേസിന് പകരം നമ്മൾ എന്ത് എഴുതും? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതും. മനസ്സിലായോ? ദാറ്റ് മീൻസ് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എല്ലിനോട്ട് വരുന്ന എൻട്രീസിനെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒറ്റ പേരിൽ കാണിക്കാൻ പോവാ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ്. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ, സെയിൽ. ക്യാഷ് സെയിൽ ആണെന്ന് വിചാരിക്കുക. സാധാരണ രീതിയിൽ സെയിൽ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇതാ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അല്ലേ? ഇവിടെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഇവിടെ ബാങ്കിന് പകരം എന്ത് വരും? ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു. സെയിൽസിന് പകരം എന്ത് വരും? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്നും പറയും. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഈ പറയുന്നത് പോലെ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലോ? ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ജേണൽ എൻട്രി എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽ അല്ലേ? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. അതിന് ഇവിടെ പകരം ഡെപ്റ്റേഴ്സിന് പകരം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിലിന് പകരം നമ്മൾ എന്ത് എഴുതും? ജോയിന്റ് വെഞ്ചർ എഴുതും. അത് ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട് കയറി വരുന്ന ഐറ്റംസിനെ എല്ലാത്തിനെയും ഒറ്റ പേരിനകത്തോട്ട് മാറ്റിയാൽ മതി. ഏത് പേരിൽ? ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന പേരിനകത്തോട്ട് മാറ്റിയാൽ മതി. ഇനി ഇവർക്ക് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഇവരുടെ പേയ്മെന്റ് ക്യാഷ് ആയിട്ടോ ആണെങ്കിൽ അതിനെ ജോയിന്റ് ബാങ്കിലോട്ട് ആക്കാം. ഇനി ഇവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇവർ പേയ്മെന്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇവിടുന്ന് ഗുഡ്സ് കൊണ്ടുവരുന്നതോ ഗുഡ്സ് കൊണ്ടുപോകുന്നതോ ആരാണെങ്കിൽ കോ ജോയിന്റ് വെഞ്ചർ ആണെങ്കിൽ അവരുടെ അക്കൗണ്ടിലോട്ട് മാറ്റും. അതല്ലാതെ വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും ഇതിനകത്തില്ല. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇവിടെ നോക്കിയേ, ഇവിടെ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിലും എഴുതി. ഇത് രണ്ടും വിട്ടേക്കുക. ക്യാഷ് സെയിലും അല്ല ക്രെഡിറ്റ് സെയിലും അല്ല, കോ വെഞ്ചറിനാണ് ഗുഡ്സ് എടുത്തുകൊണ്ട് പോയത്. മനസ്സിലായി? അല്ലെങ്കിൽ ഇതിനകത്തുള്ള പാർട്ട്നേഴ്സ് തന്നെയാണ് ഗുഡ്സ് എടുത്തുകൊണ്ട് പോയത്. സോ അങ്ങനെ വരുന്ന നേരത്ത് നോക്കിയേ, കോ വെഞ്ചറർ എടുത്തുകൊണ്ട് പോകുന്ന നേരത്ത് നമുക്ക് എന്ത് വരും? കോ joint venturer account debtor to join venture. മനസ്സിലായി? ആ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പർച്ചേസ് ആണെങ്കിലും സെയിൽ ആണെങ്കിലും ഏത് അക്കൗണ്ടിലോട്ട് കാണിച്ചാൽ മതി? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിലോട്ട് കാണിച്ചാൽ മതി. ഓക്കെ, നോക്കാം. അടുത്തത് ഇതേ കാറ്റഗറി തന്നെ എക്സ്പെൻസുകൾ പേ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എക്സ്പെൻസുകളാണ് പേ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ സാലറി കൊടുത്തു, ജേണൽ എൻട്രി എന്താ? സാധാരണ രീതിയിൽ സാലറി കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി എന്താ? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. പക്ഷേ ജോയിന്റ് വെഞ്ചറിലോട്ട് സാലറി കൊടുക്കുന്ന നേരത്ത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ആ സാലറി എന്ന് പറയുന്നതിന് പകരം ഏത് വരും? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് എന്നാവും. മനസ്സിലായോ? ഇനി എക്സ്പെൻസ് പെയ്ഡ് ബൈ കോ വെഞ്ചുറർ ആണെന്ന് വിചാരിക്കുക. എക്സ്പെൻസ് പേ ചെയ്തത് ആരാ? ബാങ്ക്. ക്യാഷ് വഴി അല്ല, കോ വെഞ്ചുറർ ആണ് എക്സ്പെൻസ് പേ ചെയ്തതെന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കോ joint venture account debtor to co joint venture account.
ചെയ്താൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്താ നോക്കി, നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നതിനകത്ത് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മാത്രമാണ് ബാലൻസ് കിടക്കണേ. ആണോ? ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മാത്രമാണ് ബാലൻസ് കിടക്കണേ. അവരിൽ നിന്ന് പൈസ കിട്ടാനോ അവർക്ക് പൈസ കൊടുക്കാനോ ഉണ്ടാവും. സോ ക്രെഡിറ്റ് സെയിൽ ചെയ്താലും ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിലും ഈ പറയുന്ന ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഉണ്ടാവും. സോ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുകയാണെന്ന് വിചാരിക്കുക. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ പൈസ കിട്ടും. ഏത് അക്കൗണ്ടിലോട്ട് വരും? ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് ആണെങ്കിലോ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളതാണ് അല്ലേ? സോ ക്രെഡിറ്റേഴ്സിനെ ക്ലോസ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിൻ ബാങ്ക് അക്കൗണ്ട്. ഇനി ഡെപ്റ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ കൊടുക്കുന്ന നേരത്ത് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ സമയത്ത് ബാഡ് ഡെപ്റ്റ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഡെപ്റ്റേഴ്സിൻ്റെ സമയത്ത് ബാഡ് ഡെപ്റ്റ് ഉണ്ടായി. ബാഡ് ഡെപ്റ്റ് നമ്മുടെ എക്സ്പെൻസ് ആണ്. എവിടെ കാണിക്കേണ്ടതാണ്? ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എവിടെ കാണിക്കേണ്ടതാണ്? നമ്മുടെ P&L-നകത്ത് കാണിക്കേണ്ടതാണ്. സോ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏത് ബുക്കിനകത്ത് കാണിക്കും? ജോയിൻ വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺഡ്രി ഡെപ്റ്റേഴ്സ്. അതായത് ഡെപ്റ്റേഴ്സ് 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. 4 ലക്ഷം രൂപ കിട്ടിയുള്ളൂ, 50,000 രൂപ ബാഡ് ഡെപ്റ്റ് ആയിരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി 4,50,000 ബാങ്ക് കാണിക്കാം, ഡെപ്റ്റേഴ്സ് ആയിട്ട് 5 lakh കാണിക്കാം. ബാഡ് ഡെപ്റ്റിന് പകരം, ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആണ്, സോ ബാഡ് ഡെപ്റ്റിന് പകരം നമുക്കത് ഏത് അക്കൗണ്ടിനകത്തോട്ട് കാണിക്കാം? ജോയിൻ വെഞ്ചർ അക്കൗണ്ടിനകത്തോട്ട് കാണിക്കാം. മനസ്സിലായോ? അടുത്ത സിറ്റുവേഷൻ വരുന്നത് സെയിൽ നടത്തിയത് കോ വെഞ്ചറാണെന്ന് വിചാരിക്കുക. അതായത് നമ്മളോട് പറയുകയാണ് എ ലിമിറ്റഡും ബി ലിമിറ്റഡും കൂടെ ചേർന്നിട്ടാണല്ലോ ഇപ്പോൾ ABI. സോ സെയിൽ നടത്തുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ കമ്മീഷൻ എടുത്തു. ഞാനും നിങ്ങളും എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് എഴുതുകയാണ്. അവിടുന്ന് ആ ABയിൽ നിന്ന് സെയിൽ നടത്തുന്നതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ഞാൻ കാരണമാണ് നടത്തിയതെങ്കിൽ എനിക്ക് കമ്മീഷൻ തരണം, നിങ്ങൾ കാരണമാണ് നടത്തിയതെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ തരണം. സോ അങ്ങനെ വരുന്ന നേരത്ത് സാധാരണ രീതിയിൽ കമ്മീഷൻ്റെ ജനറൽ എൻട്രി എന്തായിരിക്കും? കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അല്ലേ? സാധാരണ രീതിയിൽ കമ്മീഷൻ എഴുതിയെടുക്കുമ്പോൾ ഉള്ള ജനറൽ എൻട്രി എന്താ? ക്യാഷ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇനി ക്യാപിറ്റൽ ആണെങ്കിലോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനാണെങ്കിൽ കൊടുക്കുന്നതെങ്കിലോ കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആർക്കാണോ കൊടുക്കുന്നത് അങ്ങേർക്ക്. അതേ എൻട്രി തന്നെയാണ് ഇവിടെയും. കമ്മീഷൻ P&L അക്കൗണ്ടിലോട്ട് വരുന്നതാണ്. സോ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ജോയിൻ വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കോ ജോയിൻ വെഞ്ചർ സിറ്റുവേഷൻ മനസ്സിലായോ? സോ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം തീർന്നു. ഇനി പ്രോഫിറ്റിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? വീതിച്ചാൽ മാത്രം മതി. സോ ലാസ്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. മനസ്സിലായി? പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ജനറൽ എൻട്രി എന്താ എഴുതാം? ജോയിൻ വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കോ ജോയിൻ വെഞ്ചർ. ലോസ് ആണെങ്കിൽ കോ ജോയിൻ വെഞ്ചുറർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിൻ വെഞ്ചർ അക്കൗണ്ട് ചെയ്ത കാര്യം മനസ്സിലായോ? എളുപ്പമാണ്. നിങ്ങൾ ഈ ജേണൽ എൻട്രീസ് ഒന്ന് 2 3 തവണ കേട്ട് വെക്കുക. പെട്ടെന്ന് ജേണൽ എൻട്രീസ് ഓർത്ത് വെക്കാനുള്ള കാര്യം ഞാൻ പറയാം. അതായത് കോ വെഞ്ചുറർ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസാണ് അല്ലേ? സോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും തോറും അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറിലോട്ട് എമൗണ്ട് കൊടുക്കും തോറും അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറിലോട്ട് ഗുഡ്സ് കൊടുക്കും തോറും ഈ പറയുന്ന ക്യാപിറ്റൽ ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? സോ ഫസ്റ്റ് വൺ ഓർത്തിരിക്കേണ്ടത് കോ ജോയിന്റ് വെഞ്ചറിന്റെ അക്കൗണ്ടിനെ കുറിച്ചാണ്. അതിന് ക്രെഡിറ്റ് ബാലൻസാണ്. സോ ജോയിന്റ് വെഞ്ചറിലോട്ട് എമൗണ്ട് ഇറക്കും തോറും ക്രെഡിറ്റ് ബാലൻസ് കൂടിക്കൊണ്ടിരിക്കും. അവിടുന്ന് തിരിച്ചെടുത്തുകൊണ്ട് വരും തോറും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് ബാലൻസ് കുറഞ്ഞു വരും. നോക്കാം, നമ്മൾ എഴുതിയിരിക്കുന്ന ജേണൽ എൻട്രിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കാം. സോ നോക്കി, ആദ്യം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. സോ നോക്കണ്ടോ, ക്രെഡിറ്റ് ബാലൻസ് ടു കോ ജോയിന്റ് വെഞ്ചർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് ഗുഡ്സ് കൊടുത്തപ്പോഴും ജേണൽ എൻട്രി എന്താ എഴുതിയേ? കോ വെഞ്ചർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതി.
ഇനി ഗുഡ്സ് തിരിച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു, സെയിലിന് പകരം ഗുഡ്സ് എടുത്തുകൊണ്ട് വന്നു, അപ്പോൾ ഇത് ഡെബിറ്റായി. മനസ്സിലായോ? ഇനി എക്സ്പെൻസ് കോ ജോയിന്റ് വെഞ്ചറാണ് കൊടുത്തതെങ്കിൽ ഇത് കണ്ടോ, ടു കോ ജോയിന്റ് വെഞ്ചർ എക്സ്പെൻസ് കൊടുത്തു, ക്യാപിറ്റൽ കൂടി. അതായത് ജോയിന്റ് വെഞ്ചർ ഏതിലോട്ട്, ജോയിന്റ് വെഞ്ചറിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യും തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും? അങ്ങേരുടെ ക്യാപിറ്റൽ കൂടിക്കൊണ്ടിരിക്കും, അങ്ങേരുടെ ക്രെഡിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് അക്കൗണ്ട്. ആൻഡ് സെക്കൻഡ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടാണ്, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് വരുവാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് കൂടിക്കൊണ്ടിരിക്കും, ക്യാഷ് പോവുകയാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് കുറയും. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് ബാലൻസ് ആവും. ആൻഡ് ദ തേർഡ് വൺ ഏത് അക്കൗണ്ടാണ്? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടാണ്. അതൊരു P&L അക്കൗണ്ടായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അതിനകത്ത് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഏതിലോട്ട് വരും? ഈ പറയുന്ന പോലെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിലോട്ട് വരും. ഈ ജേർണൽ എൻട്രീസ് എല്ലാം കേൾക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ 1-2 പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.